മീന ഗണേഷ് അന്തരിച്ചു എന്നുള്ള വാർത്തയാണ് നമ്മളെ തേടി വന്നത്. വാർത്ത അറിഞ്ഞ ഉടനെ തന്നെ പ്രേക്ഷകരെ നമ്മൾ അറിയിക്കുകയാണ്. സ്ക്രീനിൽ ഇപ്പം നിങ്ങൾക്ക് ആ ചിത്രം കാണാം. 81 വയസ്സ് പ്രായമുണ്ടായിരുന്നു. ഷൊർണൂരിലെ PK ദാസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു. 2 ആഴ്ചയായി അവർ അവിടെ പ്രവേശിപ്പിക്കപ്പെട്ടിരുന്നു. നിങ്ങൾക്കറിയുന്ന പോലെ നമ്മുടെ ഒരുപാട് സിനിമകളിൽ, പ്രധാനപ്പെട്ട സിനിമകളിലൊക്കെ തന്നെ നല്ല വേഷങ്ങളിൽ വന്ന അഭിനേത്രിയാണ് മീന ഗണേഷ്. മീനയുടെ ചേച്ചിയുടെ ഹസ്ബൻഡ് ഗണേഷും അറിയപ്പെട്ട സ്റ്റേജ് നടനും അതുപോലെ സിനിമാ നടനും ഒക്കെ ആയിരുന്നു. ഇവർ രണ്ടുപേരും എപ്പോഴും ഒന്നിച്ചാണ് നമ്മൾ കാണുക. ലൊക്കേഷനുകളിലും ലൊക്കേഷനകത്തും പുറത്തും റേഡിയോ നാടകങ്ങൾ അഭിനയിക്കാൻ വരുമ്പോഴും സ്റ്റേജിൽ പോകുമ്പോഴും എപ്പോഴും രണ്ടുപേരെയും ഒന്നിച്ച് കാണുമായിരുന്നു. ഒരു അഭിനേതാക്കളുടെ കുടുംബം എന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. നല്ല ചിത്രങ്ങൾ ചെയ്തു. എനിക്കേറ്റവും വിഷമം തോന്നുന്ന ഒരു കാര്യം, ഈ ടെലിവിഷനിലൊക്കെ തന്നെ ഞാൻ ചെയ്തിട്ടുള്ള ചില സംവാദ വേദികളിലൊക്കെ തന്നെ ഈ മീന ഗണേഷും അതുപോലെ ഗണേഷും അവരൊന്നിച്ച് പങ്കെടുത്തിട്ടുണ്ട്. അതൊക്കെ ഞാനിപ്പോൾ ഓർമ്മിക്കുന്നു. ഒരുപക്ഷേ ഈ ഷൊർണൂറാണ് അവരുടെ വീട്. അപ്പോൾ അതിനിടയിൽ ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നു, എനിക്ക് എത്ര വയസ്സായി? എനിക്ക് 65 വയസ്സ് കഴിഞ്ഞല്ലോ. അപ്പോൾ ഞാൻ 1984 മുതൽ തൃശ്ശൂർ ആകാശവാണിയിൽ കുറേയധികം കാലം ജോലി ചെയ്തിട്ടുണ്ട്. ആ കാലത്ത് അന്നത്തെ നാടക പ്രൊഡ്യൂസറായിരുന്ന NK സെബാസ്റ്റ്യൻ സാറാണ് ആദ്യമായിട്ട് മീന ചേച്ചി എനിക്ക് പരിചയപ്പെടുന്നത്. അതിനുശേഷം ഒരുപാട് സൗഹൃദം ബന്ധമുണ്ട്. കാണുമ്പോഴൊക്കെ മോനെ എന്ന് വിളിച്ചൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന വളരെ സ്നേഹസമ്പന്നയായ ഒരു അമ്മ കൂടിയായിരുന്നു മീന ചേച്ചി എന്നുള്ള കാര്യം നമ്മൾ ഓർമ്മിക്കുന്നു. ഒരു ചേച്ചിയുടെ വിയോഗം തീർച്ചയായിട്ടും ഒരു തീരാത്ത നഷ്ടം തന്നെയാണ്. നമ്മൾ അലങ്കാരത്തോടെ പലപ്പോഴും പറയാറുണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല. കാര്യം ഇവർ അഭിനയിച്ചു വെച്ചിട്ടുള്ള ചില വേഷങ്ങൾ, നമ്മൾ ഈ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്നൊക്കെ പറയുന്ന പോലെ, ശങ്കരാടി എന്ന് പറയുന്ന പോലെ സ്ത്രീ വനിതകളിൽ ഇവർ ചെയ്തു വെച്ചിട്ടുള്ള ചില വേഷങ്ങൾ ഇവർക്ക് മാത്രമേ ചേരൂ എന്ന് മലയാള സിനിമയിൽ പലപ്പോഴും തെളിയിച്ചിട്ടുണ്ട് എന്നതാണ് നേര്. നമുക്കെന്തായാലും നിഖിൽ പ്രമേഷ് കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. നിഖിൽ, ഒരുപക്ഷേ ചേച്ചിയുടെ വിയോഗം അപ്രതീക്ഷിതമാണ് എന്ന് വേണമെങ്കിൽ പറയൂ. തീർച്ചയായിട്ടും എസ്കേൻ, തികച്ചും അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വിയോഗം തന്നെയാണ്. ഒരുപാട് സിനിമകളിൽ, അതായത് 200-ൽ പരം സിനിമകളിൽ അവർ അഭിനയിച്ചിട്ടുണ്ട്. എന്നിരിക്കെയും ഏറ്റവും പ്രധാനമായിട്ടുള്ള വേഷങ്ങൾ, അതായത് ഇവരെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ ആളുകളുടെ ഹൃദയങ്ങളിലേക്ക് സ്പർശിക്കുന്ന ഒരു കഥാപാത്രം എന്ന് പറയുന്നത് വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമയിൽ കലാഭവൻ മണിയുടെ അമ്മയായി ആ വേദന നിറഞ്ഞ, ദാരിദ്ര്യം നിറഞ്ഞ ആ ജീവിതം അവർ അഭിനയിച്ചു തീർത്തത് എത്ര ഭംഗിയായിട്ടാണ്. അതായത് തീർച്ചയായും ഓരോ പ്രേക്ഷകൻ്റെയും ഉള്ളിലേക്ക് ആഴത്തിൽ ആ കഥാപാത്രം ഇറങ്ങിച്ചെല്ലുന്നവാറാണ് അവരുടെ പ്രകടനം ആ സിനിമയിൽ ഉണ്ടായിരുന്നത്. എന്തായാലും കഴിഞ്ഞ 5 ദിവസമായി PK ദാസ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഇന്ന് പുലർച്ചെയാണ് മരണം സംഭവിക്കുന്നത്. നന്ദനം അടക്കമുള്ള സിനിമകൾ, നന്ദനത്തിലെ ആ തമാശ നിറഞ്ഞ കഥാപാത്രമൊക്കെ മലയാളി ഇനിയിപ്പോൾ എത്ര കാലം കഴിഞ്ഞാലും ആ കഥാപാത്രങ്ങളിലൂടെ മീന ഗണേഷിനെ ഓർത്തുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. കൂടുതൽ ചലച്ചിത്ര പ്രവർത്തകർ ഫേസ്ബുക്കിലും മറ്റും ഇവരെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇപ്പോൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. 200-ൽ പരം സിനിമകളിലും 25-ൽ പരം സീരിയലുകളിലും വേഷമിട്ടിട്ടുണ്ട്. 8 സുന്ദരികളും ഞാനും എന്ന് പറയുന്ന ഒരു സീരിയലിലൊക്കെ വളരെ രസകരമായിട്ടുള്ള, കൗതുകരമായിട്ടുള്ള ഒരു വേഷമാണ് കൈകാര്യം ചെയ്തിരുന്നത്. ആ സമയത്ത് തന്നെ ഒരുപാട് പ്രായമുള്ള ഒരാളെ പോലെ അഭിനയിച്ചിരുന്നെങ്കിലും അത് എത്രത്തോളം സ്വതസിദ്ധമായാണ് അഭിനയിച്ച് ഫലിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതോടൊപ്പം തന്നെ SL പുരം, സൂര്യ സോമ, കായംകുളം കേരള തിയേറ്റേഴ്സ്, തൃശ്ശൂർ ചിന്മയി തുടങ്ങിയ വിവിധ നാടക സമിതികളിൽ അഭിനയിച്ച് നിരവധി അവാർഡുകളും മറ്റും കരസ്ഥമാക്കിയിട്ടുമുണ്ട്. സമീപ കാലഘട്ടങ്ങളിൽ അവർ ഈ ചില ഓൺലൈൻ മാധ്യമങ്ങൾക്കൊക്കെ നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ താൻ വലിയ പ്രയാസത്തിലാണെന്നും തൻ്റെ മണി ഒപ്പം ഉണ്ടായിരുന്നെങ്കിൽ സഹായിക്കുമായിരുന്നു എന്നൊക്കെ അവർ വളരെ വേദനയിൽ പറയുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു. എന്തായാലും